യുദ്ധഭൂമിയിൽ നടക്കുന്ന പല സംഭവങ്ങളും പുറം ലോകത്തിന് അജ്ഞാതമായി തുടരാറുണ്ട്. എന്നാൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്നും നിർണായകമായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ രഹസ്യ സൈനിക ഓപ്പറേഷനായിട്ടുള്ള സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുണ്ടായ കനത്ത നഷ്ടങ്ങളെ കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ വെബ്സൈറ്റിലെ ചെറിയ അപ്ഡേറ്റിലൂടെയാണ് ലോകം അറിഞ്ഞത്. ഈ സംഭവം യുദ്ധരഹസ്യങ്ങൾ പുറത്തു വരുന്നതിന്റെ അപ്രതീക്ഷിത വഴികളെ കുറിച്ചുള്ള ഒരു പുതിയ ദൃഷ്ടാന്തം തന്നെ നൽകുന്നുണ്ട്. 2025 മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 88 മണിക്കൂർ നീണ്ടുനിന്ന ഒരു തീവ്ര സൈനിക സംഘർഷം അരങ്ങേറി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകപ്പെട്ട ഈ ഓപ്പറേഷനെ കുറിച്ച് ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അടുത്തിടെ ഔദ്യോഗികമായി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സംഘർഷത്തിനിടെ ഇന്ത്യയുടെ അത്യാധുനിക S-400 ട്രയംഫ് 5 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടതായി അദ്ദേഹം സ്ഥിരീകരിച്ചു. റഷ്യയിൽ നിന്നും 2018 സ്വന്തമാക്കിയ S-400 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ആകാശ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ്. ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുള്ള മികവ് എന്തായാലും വ്യക്തമായിട്ടുണ്ട്. എന്നാൽ തകർക്കപ്പെട്ട വിമാനങ്ങളുടെ തരം, പൈലറ്റുമാരുടെ വിധി അല്ലെങ്കിൽ മറ്റ് നഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ ഇതുവരെയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. ഈ നിശബ്ദത സൈനിക ഓപ്പറേഷനുകളുടെ രഹസ്യ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഒരു ബ്രിട്ടീഷ് കമ്പനിയിലെ വെബ്സൈറ്റിലെ ഒരു ചെറിയ അപ്ഡേറ്റ് ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ സഹായിച്ചിരുന്നു. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള മാർട്ടിൻ ബേക്കർ എന്ന കമ്പനിയാണ് ഈ കഥയിലെ അപ്രതീക്ഷിത നായകൻ. 1929 സ്ഥാപിതമായ ഈ കമ്പനി ലോകത്തിലെ ഏറ്റവും മികച്ച എജിപ്ഷ്യൻ സീറ്റുകൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തമാണ്. യുദ്ധവിമാനങ്ങളിൽ പൈലറ്റുമാരുടെ ജീവൻ രക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ സീറ്റുകൾ അടിയന്തര സാഹചര്യത്തിൽ പൈലറ്റുമാരെ വിമാനത്തിൽ നിന്നും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നുണ്ട്. 1942 മുതൽ മാർട്ടിൻ ബേക്കർ സീറ്റുകൾ ഉപയോഗിച്ച് 77,000-ലധികം പൈലറ്റുമാരുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കമ്പനി അവകാശപ്പെടുന്നു. മാർട്ടിൻ ബേക്കർ അവരുടെ വെബ്സൈറ്റിൽ ഇജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ട അവരുടെ പൈലറ്റുമാരുടെ എണ്ണം പതിവായി അപ്ഡേറ്റും ചെയ്യാറുണ്ട്. ഓരോ തവണ ഓരോ പൈലറ്റ് അവരുടെ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെടുമ്പോഴും ഈ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഈ കണക്കുകൾ ലോകമെമ്പാടുമുള്ള വ്യോമസേനകളുടെ വിശ്വസ്തതയ്ക്ക് ഒരു തെളിവാണ്. എന്നാൽ 2025 മെയ് മാസത്തിലെ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് കാരണമായി. മാർട്ടിൻ ബേക്കർ വെബ്സൈറ്റിലെ കണക്കുകൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച് സൂചനകൾ നൽകുന്നതാണ്. അവരുടെ രേഖകൾ എന്തെല്ലാം ആയിരുന്നു എന്ന് നോക്കാം. 2025 ഏപ്രിൽ 16 പാകിസ്ഥാൻ വ്യോമസായിയുടെ ഒരു മിറാഷ് വിമാനം തകർന്നു. 2 പൈലറ്റുമാർ ഈജിപ്ഷ്യൻ സീറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമായി രക്ഷപ്പെട്ടു. ഈ സംഭവം 7704ാമത്തെ രക്ഷാപ്രവർത്തനമായും രേഖപ്പെടുത്തി. 2025 മെയ് 7 അമേരിക്കൻ നേവിയുടെ SA-18F സൂപ്പർ ഹോർനെറ്റ് വിമാനം തകർന്നു. 2 പൈലറ്റുമാർ രക്ഷപ്പെടുകയും ഉണ്ടായി. അപ്പോൾ കണക്ക് 7788 ആയിട്ട് ഉയർന്നു. അതേ ദിവസം ഫിൻലാൻഡിന്റെ FA-18C ഹോർനെറ്റ് വിമാനവും തകർന്നിരുന്നു. അതിൽ നിന്നും ഒരു പൈലറ്റ് രക്ഷപ്പെട്ടു. കൂടാതെ കണക്ക് 7789 ആയി. എന്നാൽ 7784-നും 7788-നും ഇടയിലുള്ള 85, 86, 87 എന്നീ കണക്കുകൾ ഒരു സംഭവമായും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കാണാതായ കണക്കുകൾ കുറഞ്ഞത് 3 പൈലറ്റുമാർ അജ്ഞാതമായി രക്ഷപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സമയം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന കാലഘട്ടവുമായും യോജിക്കുന്നു. പാകിസ്ഥാൻ വ്യോമസേന ഉപയോഗിക്കുന്ന പ്രധാന വിമാനങ്ങളിൽ JF-17 തണ്ടർ, S-60 ഫൈറ്റിംഗ് ഫാൾക്കർ എന്നിവ ഉൾപ്പെടുന്നു. ഈ വിമാനങ്ങളിൽ മാർട്ടിൻ ബേക്കർ നിർമ്മിച്ച എജിപ്ഷ്യൻ സീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചൈനീസ് നിർമ്മിത J-10 വിമാനങ്ങളിൽ മറ്റൊരു തരം ഈജിപ്ഷ്യൻ സീറ്റുകൾ ആണ് ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തകർക്കപ്പെട്ട 5 വിമാനങ്ങളിൽ 3 എണ്ണത്തിന്റെ പൈലറ്റുമാർ മാർട്ടിൻ ബേക്കർ നിർമ്മിച്ച സീറ്റുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടതാകാമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ കാലയളവിൽ ഒരു ജാഗ്വർ വിമാനം പരിശീലനത്തിനിടെ നഷ്ടമായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടുമില്ല. അതിനാൽ മാർട്ടിൻ ബേക്കർ കണക്കുമായി ഇതിന് ഒരു ബന്ധവുമില്ല. ഇത് ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ വിമാനങ്ങൾ തകർക്കപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ S-400 ട്രയംഫ് സിസ്റ്റം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. 400 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. 2021 ഇന്ത്യയെ വിന്യസിച്ചിട്ടുള്ള ഈ സിസ്റ്റം പാകിസ്ഥാൻ, ചൈന എന്നിവയുടെ അതിർത്തികളിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ സംവിധാനം 5 പാക് വിമാനങ്ങളെ തകർത്തതായി AP സിംഗ് വെളിപ്പെടുത്തിയിരുന്നു. ഇത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന്റെ ശക്തി വ്യക്തമാക്കിയിരിക്കുന്നു.
മാർട്ടിൻ ബേക്കർ കമ്പനി ഔദ്യോഗികമായി ഈ സംഭവങ്ങളെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അവരുടെ വെബ്സൈറ്റിലെ കണക്കുകൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം തന്നെ നൽകുന്നുണ്ട്. ഈ വിവരങ്ങൾ യുദ്ധത്തിന്റെ രഹസ്യങ്ങൾ പുറത്തു വരുന്നതിന്റെ അപ്രതീക്ഷിത വഴികളെ ഓർമ്മിപ്പിക്കുന്നതാണ്. പാകിസ്ഥാൻ ഈ നഷ്ടങ്ങളെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതിനാൽ കണക്കുകൾ സൈനിക ചരിത്രത്തിൽ ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സൈനിക ശക്തിയും ആധുനിക സാങ്കേതിക വിദ്യയും വെളിപ്പെടുത്തുന്ന ഒരു സുപ്രധാന സംഭവമാണ്. മാർട്ടിൻ ബേക്കർ കമ്പനിയുടെ വെബ്സൈറ്റിലെ ഒരു ചെറിയ അപ്ഡേറ്റ് ഈ ഓപ്പറേഷന്റെ രഹസ്യങ്ങൾ പുറത്തുവിട്ടു. ഈ സംഭവം ആധുനിക യുഗത്തിൽ സാങ്കേതിക വിദ്യയുടെയും വിവരങ്ങളുടെയും പങ്ക് എത്രമാത്രം നിർണായകമാണ് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ഭാവിയിൽ ഇത്തരം അപ്രതീക്ഷിത വെളിപ്പെടുത്തലുകൾ സൈനിക ഓപ്പറേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.